ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഈ പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ ജനറേഷൻ മിക്കവാറും മറന്നിട്ടുണ്ടാവും. ഇദ്ദേഹത്തിനെക്കുറിച്ച് ഒരു കഥയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൽക്കട്ടയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ചെറുപ്പത്തിലേ നമുക്ക് ചില കുട്ടികളെ കണ്ടാൽ അറിയാം, അവർ ഫ്യൂച്ചറിൽ വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തെത്തുമെന്ന് കാണുമ്പോഴേ അറിയാം. അവരുടെ പ്രവൃത്തിയും ചിന്തയും ആ ചുടിപ്പും. വിദ്യാർത്ഥികളിൽ പല ആൾക്കാരും കാണുന്ന സമയത്ത് നമുക്കത് കണ്ടാലും വളരെ വ്യക്തത തോന്നുന്ന രീതിയിൽ അവരുടെ സ്വഭാവങ്ങൾ, ചൊട്ടയിൽ ഉള്ളത് നമുക്ക് അത് ചുടല വരെ എന്ന് പറയുന്നില്ലേ, അതൊരു സത്യം തന്നെയാണ്. ആ പഴഞ്ചൊല്ല് സത്യമാണ്. അപ്പോൾ കുട്ടികളിലുള്ള കഴിവുകൾ നമുക്ക് ചെറുപ്പത്തിൽ അവരുടെ പ്രഭാവത്തിൽ കാണാൻ സാധിക്കും, സ്വഭാവത്തിലും കാണാൻ സാധിക്കും. അങ്ങനെ ഈശ്വർചന്ദ്ര വിദ്യാസാഗർ ചെറുപ്പമുള്ള സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ദരിദ്രരായിട്ടുള്ള ഒരു അമ്മ എപ്പോഴും കാണുമായിരുന്നു. അവർ ആ സ്കൂളിൻ്റെ അടുത്ത് നിന്നിട്ട് പിച്ച തണ്ടുന്നതായിട്ട് അയാൾ കണ്ടിട്ടുണ്ട്. വളരെ എത്രയോ നാളുകൾ ഇവരിങ്ങനെ പിച്ച തണ്ടി ജീവിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമൊന്നും തോന്നി. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, കൊച്ചുകുട്ടിയായിട്ടുള്ള ഈശ്വർചന്ദ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരൂ, ഞാൻ എന്തെങ്കിലും തരാം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയെ പിന്തുടർന്ന് ആ സ്ത്രീ അവരുടെ വീട്ടിൽ വരികയാണ്. ഈശ്വർചന്ദ്ര വിദ്യാസാഗർ അവിടുത്തെ ഒരു ചെറിയൊരു ധനികനായിരുന്നു. എന്നാലും അറിയപ്പെടുന്ന ഒരു ഫാമിലി തന്നെയാണെങ്കിലും കൂടുതൽ അവർ ഈ സോഷ്യൽ സർവീസിലൊന്നും പോവാത്ത ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇതേ ഒരു പിച്ചക്കാരി വന്നിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം, അവർ കുറേ നാളായി പിച്ച തണ്ടുന്നത് കണ്ടു, അതൊന്ന് നിർത്താനുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അതിനെന്താ മോനെ, അവിടെയുള്ള അരിയും ഗോതമ്പും കൊടുത്തേക്ക് എന്ന് കൊച്ചുകുട്ടിയായിട്ടുള്ള ആ ഈശ്വരനോട് അമ്മ പറഞ്ഞു. ഇല്ല അമ്മ, അത് പറ്റില്ല, അമ്മയുടെ കയ്യിൽ എത്ര വളയുണ്ട്, ഒരു സ്വർണ്ണവള അങ്ങ് കൊടുത്തേക്ക്, അവർ ദാരിദ്ര്യം മാറട്ടെ. അന്നത്തെ സ്വർണ്ണ വില എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ സ്വർണ്ണവള എന്ന് പറയുമ്പോൾ 1 പവനോ 2 പവനോ ഉണ്ടാവും. അത്രയ്ക്ക് നിറച്ചാണ് അമ്മയുടെ കയ്യിൽ സ്വർണ്ണവളകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈശ്വർചന്ദ്രനെ സംബന്ധിച്ചിട്ട് സ്വർണത്തിൻ്റെ വാല്യൂ അറിയാമെങ്കിലും അത് സ്ത്രീകൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു അസറ്റാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അമ്മ പറഞ്ഞു, ശരി മോൻ്റെ ഇച്ഛ അതാണെങ്കിൽ അത് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വള ഊരിയിട്ട് ആ പിച്ചക്കാരിയായിട്ടുള്ള സ്ത്രീ കൊടുക്കാനായിട്ട് തയ്യാറായി. ഇത് കൊടുത്തതിന് ശേഷം മോൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് ഇതിൻ്റെ ഇരട്ടി ഞാൻ വളകൾ ഉണ്ടാക്കി തരാം, ഞാൻ നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് വിദ്യാഭ്യാസം നേടിയിട്ട് നല്ലൊരു ജോലി ഉദ്യോഗം കിട്ടിയതിന് ശേഷം അമ്മയ്ക്ക് എൻ്റെ സമ്പാദ്യം കൊണ്ട് തന്നെ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ ഒരു വാക്ക് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊച്ചുകുട്ടി വലുതായി പറഞ്ഞ മാതിരി തന്നെ വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനായി. അങ്ങനെ നല്ല ജോലി കിട്ടിയ സമയത്ത് ശമ്പളം കിട്ടി തുടങ്ങിയപ്പോൾ ഈശ്വർചന്ദ്ര വിദ്യാസാഗർ ഓർമ്മയോടെ അമ്മയെടുത്ത് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ വളരെ വയസ്സായിട്ടുണ്ട്. അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുകയാണ്. അമ്മയ്ക്ക് കൈ നിറയെ സ്വർണത്തിൻ്റെ വളകൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനാ മോനെ ഈ വയസ്സായിട്ടുള്ള എനിക്ക്, ഇപ്പോഴും ചില വയസ്സായിട്ടുള്ള ആളുകൾക്ക് നിറയെ സ്വർണ്ണം ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കേണ്ടതാണ്. ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആഭരണങ്ങളൊക്കെ വിടണം. ആഭരണത്തിലുള്ള കമ്പം മാറിയിട്ട് നമ്മൾ തനി സാത്വികമായിട്ടുള്ള രജസ്സാണ് ശരിക്കും ഇതൊക്കെ നമ്മൾ കാണിച്ചു നടക്കുമ്പോൾ, ഇത് രജസ്സാണ്. തനി സാത്വികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പോകണം. അതാണ് ശരിക്കും വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഈ ആഭരണങ്ങളും ആഭൂഷണങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട്, കുറച്ചാവാം, അധികം പാടില്ല. ഇതൊക്കെ കുറച്ച് നമ്മൾ സാത്വികമായിട്ടുള്ള ലൈഫിലേക്ക് പോകണം. ഇത് ത്യജിക്കണമെന്നാണ് പറയുന്നത്. ശരീരബോധവും ഈ രാജസികമായിട്ടുള്ള ആഭരണ വിഭൂഷണങ്ങളിലും ഇതൊക്കെ നമ്മൾ ത്യജിച്ചിട്ട് സാധാരണക്കാരായിട്ട് ജീവിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അതിലാണ് ആഗ്രഹിക്കുന്നത്. മോനൊരു കാര്യം ചെയ്യൂ, ഇത്രയും സമ്പാദ്യം കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ തുറക്കൂ, ഒരു കോളേജ് തുറക്കൂ, ഒരു ആശുപത്രി തുറക്കൂ. ഇങ്ങനെ മോനെ സദ്ബുദ്ധി ഉപദേശിച്ചിട്ട് അമ്മ പറയുകയാണ്, ഈ സമാജ സേവനമാണ് ഏറ്റവും നല്ല ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. മോൻ അതിലേക്ക് ശ്രദ്ധിക്കൂ. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് അവർ കോളനികളിൽ പോയിട്ട് അവരെ തേടിയെടുത്തിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, ആശുപത്രി ആതുര സേവനങ്ങൾ ചെയ്യുക. ഈ 2-3 കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ട് ആ മോനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈശ്വർ സാഗർ ആ ലൈനിൽ പോയിട്ട് ഇന്നും അതിൻ്റേതായിട്ടുള്ള ആ കോളേജും സ്കൂളും ആശുപത്രികളും അവിടെ നമുക്ക് കൽക്കട്ടയിലെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും.
ഈ ഒരു നല്ലൊരു സന്ദേശം കൊടുത്ത് അമ്മ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമ്മ തന്നെയാണ്.